ദേശീയ രാഷ്ട്രീയം എടുത്തു നോക്കിയാൽ തന്നെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയും മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും രാഷ്ട്രീയ രംഗത്ത് അതിശക്തമായ രൂപത്തിൽ നടന്നിട്ടുണ്ട്. സംഘപരിവാരങ്ങൾ മാത്രമല്ല, മതനിരപേക്ഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് പോലും ഇത്തരം സമീപനം ഉണ്ടായിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഒരു ഉദാഹരണമാണ്. ഇപ്പൊ 2019 ജൂൺ മാസത്തിലാണ് മുസ്ലിം വനിത വിവാഹ അവകാശ സംരക്ഷണ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നത്. അത് അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് എന്ന് പറയുന്ന മന്ത്രിയാണ്. അദ്ദേഹം നമ്മൾ മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായി. ഈ ബില്ല് കൊണ്ടുവന്നപ്പോ അതിനെ അനുകൂലിച്ചുകൊണ്ട് മീനാക്ഷി ലേഖി എന്ന് പറയുന്ന BJPയുടെ MP ശക്തമായി പറയുന്നുണ്ട്, മുത്തലാഖിനോട് യോജിക്കുന്ന ഏത് ഖുർആൻ വചനമാണ് അത് നിങ്ങൾ കാണിച്ചു തരുമോ എന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. മാത്രമല്ല പിന്നെ അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീണ്ടും സംസാരിക്കുന്ന അതിനു മുമ്പുള്ള സംസാരങ്ങളിലും ചർച്ചകളിലും ഒക്കെ കാര്യമായി നമ്മൾ കണ്ടിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് സ്മൃതി ഇറാനി എന്ന് പറയുന്ന കഴിഞ്ഞ മുൻ മന്ത്രിയായിട്ടുള്ള ആൾ. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ വിഭാഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ചർച്ച ചെയ്ത ആളുകളൊന്ന് സുഷ്മിത ദേവ് എന്ന് പറയുന്ന MP ആണ്. അതുപോലെ നമുക്ക് മല്ലികാർജുൻ ഖാർഗെ പോലെയുള്ള രഞ്ജൻ പോലെയുള്ള ആളുകളാണ് ഈ മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയിൽ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ശരിക്കും പറയാം, മുത്തലാഖ് എന്ന് പറയുന്നത് വിവാഹ അവകാശ നിയമങ്ങളൊക്കെ എന്ന് പറയുന്നത് ശരിക്കും മുസ്ലിം സ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്നാണ് BJP അവകാശപ്പെടുന്നത്. എന്നാൽ അത് പച്ചയായി ജീവിച്ച് കാണിക്കുന്ന ഏകദേശം രാജ്യത്തിന്റെ 14% വരുന്ന മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ ഓൾറെഡി ഉണ്ടല്ലോ. വിദ്യാഭ്യാസപരമായിട്ടും അതേപോലെ തന്നെ സാമൂഹികപരമായിട്ടും മുന്നോക്കം നിൽക്കുന്ന ആളുകൾ പോലും സ്ത്രീകളായിട്ട് മുസ്ലിങ്ങളുടെ വിഭാഗത്തിലുണ്ട്. എന്നാൽ അവരിൽ ഒരാളും അവരനുഭവിക്കുന്ന കാര്യം അവർ പാർലമെന്റിൽ വന്ന് പറയാൻ അവരിൽ ഒരാൾക്ക് പോലും സാധിക്കാതെ വന്നത് തീർച്ചയായിട്ടും BJPയെ പോലെയുള്ള രാഷ്ട്രീയ രംഗത്ത് മുസ്ലിങ്ങളെ അവഗണിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ തെളിവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ സ്ത്രീകളുടെ അവകാശങ്ങളും പ്രശ്നങ്ങളും പറയേണ്ടത് സ്ത്രീകളാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ മുസ്ലിം MP മാരായിരിക്കണം. അപ്പൊ BJPയുടെ ഭാഗത്ത് എത്ര മുസ്ലിം MP മാരുണ്ട് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയ രംഗത്ത് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമങ്ങളുണ്ട്. അതിലെ ഒരു കണക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. 1980 BJP ഉദയം കൊണ്ടിട്ടുള്ള ഒരു വർഷമാണ് 1980. ആ സമയത്ത് ലോകസഭയിൽ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 49 MP മാരാണ്. ഞാനിത് ഈ കണക്കുകൾ പറയാനുള്ള കാരണം ഇപ്പൊ കേരളത്തിലേക്ക് വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾ വിഷലിപ്തമായ സംസാരങ്ങൾ നടത്തുമ്പോൾ അവരുടെ ലക്ഷ്യം കുറച്ചുകൂടി ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഈ വിഷയം പറയുന്നത്. അപ്പൊ ലോകസഭയിലുള്ള മുസ്ലിം പ്രാതിനിധ്യം പറഞ്ഞത് 49 ആളുകൾ 1980. പിന്നീട് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുകയുണ്ടായി. പിന്നെ മുന്നോട്ട് വന്നത് പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി 1984 ആകുമ്പോൾ മുസ്ലിം പ്രാതിനിധ്യം 49 എന്നുള്ളത് 46 മാറി. 2009 അഥവാ BJPയുടെ സാന്നിധ്യം വളർച്ച വരുന്ന സാഹചര്യങ്ങളിലെല്ലാം പാർലമെന്റ് രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2009 ആകുമ്പോഴേക്ക് 30 ആളുകളാണ്, അഥവാ ഏകദേശം 5.5% പ്രാതിനിധ്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. 2014 ആകുമ്പോൾ 22 ആളായി ചുരുങ്ങി 4% മാത്രം. 2019 കുറച്ച് 25 ആളുകളായിട്ട് കുറച്ചു ഒരു ഉയർച്ച വന്നത്. എന്നാൽ 2022 ആകുമ്പോഴേക്ക് BJP മന്ത്രിസഭയിൽ ഒരൊറ്റ മന്ത്രിയും മുസ്ലിം ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും മുസ്ലിങ്ങളെ ഭരണരംഗത്ത് നിന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്.